ഹലോ. എഡിൻബറ കാസിലിന്റെയും വിക്ടോറിയ സ്ട്രീറ്റിന്റെയും ബർത്ത് പ്ലേസ് ഓഫ് ഹാരി പോട്ടറിന്റെയും കാഴ്ചകളൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അവിടുന്ന് പിന്നെ നേരെ പോയത് റോയൽ മൈൽ എന്ന് പറയുന്ന എഡിൻബറയുടെ ഒരു പ്രധാനപ്പെട്ട സ്ട്രീറ്റിലേക്കായിരുന്നു. എഡിൻബറ കാസിലിൽ നിന്ന് ഹോളിവുഡ് പാലസിലേക്ക് യാത്ര ചെയ്യാൻ രാജാക്കന്മാരും രാജ്ഞിമാരും ഉപയോഗിച്ചിരുന്ന 5 സ്ട്രീറ്റുകൾ ചേർന്ന ഒരു രാജപാതയാണ് ഈ റോയൽ മൈൽ. എഡിൻബറ വരുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അത്രയ്ക്ക് മനോഹരമായതുകൊണ്ട് മാത്രമല്ല, എഡിൻബറയുടെ ഹിസ്റ്ററിയും കൾച്ചറും ഒരുപോലെ ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് നടന്നപ്പോഴാണ് ഈ ഒരു ബിൽഡിംഗ് കണ്ടിപ്പെട്ടത്. ജോണി വാക്കറിന്റെ ഒരു നോർമൽ ഔട്ട്ലെറ്റ് ആണെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു മ്യൂസിയം ആൻഡ് ടേസ്റ്റിംഗ് എക്സ്പീരിയൻസ് സെന്റർ ആണ്. എന്തായാലും സമയം ബാക്കി ഉണ്ടായിരുന്നുകൊണ്ട് വേറെ നോക്കിയില്ല, ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവർ ചൂസ് ചെയ്യാൻ പറഞ്ഞ് അതിന്റെ ഒരു ബാൻഡും കൈത്ത് ഒരു ബോറ് പരിപാടി ആയിരിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ ഉള്ളിൽ കയറിയത്. പക്ഷേ ഈ ഒരു അരമണിക്കൂർ വരുന്നൊരു ഷോ ഉണ്ടായിരുന്നു, അത് മാത്രം മതിയായിരുന്നത് വർത്ത. ജോണി വാക്കർ എന്ന വിസ്കി ബ്രാൻഡിന്റെ ഒറിജിനും ഹിസ്റ്ററിയും ഒക്കെ കാണിക്കുന്ന ഒരു അടിപൊളി ഷോ ആയിരുന്നത്. അവിടുന്ന് മറ്റൊരു റൂമിലേക്ക് പോയപ്പം വിസ്കിയുടെ മേക്കിംഗ് പ്രോസസ് മൊത്തം കാണിക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ഉണ്ടായിരുന്നു. ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് 3 ഡ്രിങ്ക്സും ഈ ടിക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഡ്രിങ്ക് റെസ്പോൺസിബിളി. ഓക്കെ, എന്തായാലും കൊടുത്ത പൈസയ്ക്ക് വർത്തായിട്ടുള്ള ഒരു ഇവന്റ് തന്നെയായിരുന്നു. നമുക്ക് അറിയില്ലാത്ത പല കാര്യങ്ങൾ അറിയാനും കാണാനും ഒക്കെ ഇതുപോലുള്ള പ്രോഗ്രാമിന് സാധിക്കും. അവിടുന്ന് പിന്നെ പോയത് കാൾട്ടൺ ഹിൽ എന്ന് പറയുന്ന എഡിൻബറയിലെ ചെറിയൊരു ഹില്ലിലേക്കാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് ഹൈക്ക് ചെയ്ത് വേണം മുകളിലെത്താൻ. നാഷണൽ മോണുമെന്റും അതുപോലെ നെൽസൺ മോണുമെന്റും ആയിരുന്നു അവിടുത്തെ പ്രധാന അട്രാക്ഷൻ. പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എഡിൻബറയുടെ ഒരു പനോരമിക് ഏരിയൽ വ്യൂ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചപ്പോഴത്തേക്കും ഏകദേശം തിരിച്ചു പോകാനുള്ള സമയം. അങ്ങനെ പതിയെ താഴേക്ക് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. അപ്പോൾ എഡിൻബറയുടെ 2 വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.